Hi, hello everyone. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ iPhone 12 Proന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 1 വീക്കായി. എൻ്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് മേടിച്ച ഒരു ഗിഫ്റ്റാണിത്. സോ ഈ ഫോണിനെ പറ്റി ഞാനൊരു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ടായി. എല്ലാവരും ചോദിച്ചൊരു കാര്യം, ഇത് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഒന്ന് ചെയ്യാമോ എന്നുള്ളതായിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ അങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക് കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഒരാഴ്ച ഞാൻ iPhone 12 Pro യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആണിത്. നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓൾസോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. സോ യെസ്, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് iPhone 12 Proന്റെ റിവ്യൂ. ലാസ്റ്റ് മന്ത്, അതായത് ഒക്ടോബറിലാണ് ആപ്പിൾ അവരുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് 4 ഫോൺ ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഇത്തവണ അവർ ലോഞ്ച് ചെയ്ത ഫോൺ iPhone 12 mini, iPhone 12, iPhone 12 Pro ആൻഡ് iPhone 12 Pro Max. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലുള്ളത് iPhone 12 Pro ആണ്. ഇതിൽ 4 കളേഴ്സിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്: സിൽവർ, ഗോൾഡ്, ഗ്രാഫൈറ്റ് ആൻഡ് പസഫിക് ബ്ലൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഇത് എൻ്റെ ആദ്യത്തെ iPhone എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിന് മുന്നേ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ്രോയിഡ് ഫോണുകളാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആർഗ്യുമെൻ്റ് ഒക്കെ വരുന്നൊരു മെയിൻ കാര്യമാണ് iPhone ആണോ നല്ലത് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ആണോ എന്നുള്ളത്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്കിലൊന്നും വല്ലാതെ കയറി പറയാറില്ല. കാരണം നമുക്കറിയില്ല എങ്ങനെയാണ് iPhone എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ ഒരു iPhone വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ ഒന്ന് ടേക്ക് പാർട്ട് ചെയ്യണം എന്ന്. ഈ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. അത് നമുക്കൊരു പ്രീമിയം ഫീലും തരുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലും ഗൊറില്ല ഗ്ലാസും യൂസ് ചെയ്താണ് iPhone 12 Proന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തവണ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് സെറാമിക് ഷീൽഡ് ആണ്. ദാറ്റ് മീൻസ് പ്രീവിയസ് ഫോണിനെക്കാട്ടിലും iPhone 11-നെക്കാട്ടിലും 4 times മോർ ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആയിരിക്കും പുതിയ ഫോൺ എന്നുള്ളത്. അപ്പോൾ താഴൊക്കെ വീണു പോയാലും പെട്ടെന്നത് പൊട്ടിപ്പോവില്ല എന്നുള്ള കാര്യം. അതിപ്പോൾ നമുക്ക് ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആപ്പിൾ പറയണത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത്രയും പൈസക്ക് മുടക്കി നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ ആരും അറിഞ്ഞുകൊണ്ടത് താഴെയിട്ട് പൊട്ടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് 6.1 inches ആണ്. ഇതിൻ്റെ പ്രൊസസ്സർ A14 Bionic. iPhone 12 Pro 3 സ്റ്റോറേജ് സൈസിലാണ് വരുന്നത്: 128, 256, 512 GB. ഫോണിൻ്റെ ബാറ്ററി 2810 mAh ആണ്. ഇപ്പോൾ വരുന്ന മിക്ക ഫോൺസിൻ്റെയും ബാറ്ററിയുടെ ആവറേജ് എന്ന് പറയുന്നത് 4000 mAh ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും എന്താണ് ഒരു 1200-ൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ ആപ്പിൾ, അതായത് iPhone 12 Proൻ്റെ അല്ലെങ്കിൽ 12 സീരീസിൻ്റെ ഒക്കെ പ്രൊസസ്സർ ഡിസൈനും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ്റെയും ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എത്ര നേരം വരെ ബാറ്ററി കിട്ടാറുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഫുൾ ചാർജ് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യുക, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാ ആപ്സും ഓൺ ചെയ്യുക, അതുപോലെ ക്യാമറ നന്നായിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആവുന്ന ടൈമിൽ എനിക്ക് ഒരു ഡേ ഫുള്ളൊന്നും കിട്ടാറില്ല. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ചാർജിന് വെക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ടാവാറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഫോണിന് നോർമൽ യൂസേജ് ആണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരുപാട് നേരമൊന്നും ഫോണിൽ ഗെയിം കളിക്കുന്ന ആളല്ല, വെറുതെ സോഷ്യൽ മീഡിയ ആപ്പുകൾ മാത്രം യൂസ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ എനിക്കൊരു 1 full day ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ 0 to 100% iPhone 12 Proൻ്റെ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആവണമെങ്കിൽ അതിന് 2 hours ഒക്കെയാണ് എടുക്കണേ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരുന്ന ആൻഡ്രോയിഡ് ഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഫോൺസിൻ്റെയും മെയിൻ അവർ പരസ്യത്തിൽ തന്നെ പറഞ്ഞ കാര്യം ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ iPhone 12 Proനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. iPhone 8 തൊട്ട് വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ
ഐഫോൺ 12നെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ 12 സീരീസിനെ സംബന്ധിച്ച് മാക്സ് സേഫ് എന്നുള്ളൊരു പുതിയ ഫീച്ചറും കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഐഫോണിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ആപ്പിൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൽ കുറച്ചും കൂടെ കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇവർ ചാർജിങ് അഡാപ്റ്റേഴ്സ് ഇതിൻ്റെ കൂടെ തരുന്നില്ല എന്നുള്ളത്. ഇതിൽ ആപ്പിൾ ക്ലെയിം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ എൻവയോൺമെൻറ്റിനെ കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. കാരണം കുറേ നമുക്കറിയാം എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കൂടുന്ന കാരണം തന്നെ നമ്മുടെയൊക്കെ കയ്യിൽ ഇഷ്ടംപോലെ ചാർജിങ് അഡാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ യൂസ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഐഫോൺ 11ലാണ് ശരിക്കും USB-C, അതായത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇവർ തരുന്ന ഒരു കേബിൾ, USB-C ടു ലൈറ്റനിങ് കേബിൾ. ഇതിന് പറ്റിയ ചാർജിങ് അഡാപ്റ്റേഴ്സ് ആകെ വരുന്നത് ഐഫോൺ 11ലാണ്. അപ്പോൾ ഇതിനു മുന്നേ പ്രീവിയസ്ലി ഐഫോൺ 11 യൂസ് ചെയ്ത ആളുകൾക്ക് ഈ പുതിയ ചാർജിങ് അഡാപ്റ്റർ വാങ്ങേണ്ടി വരില്ല. അതല്ലാതെ ഒരു കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ ഈ ഐഫോൺ 12ൻ്റെ പുതിയ സീരീസൊക്കെ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് വാങ്ങേണ്ടി വരും. അങ്ങനെ ഞാൻ വാങ്ങിയ ചാർജിങ് അഡാപ്റ്ററാണ് ഇത്. ഞാൻ വാങ്ങിയത് 79 dirhamsനാണ്. പക്ഷെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഇത് എന്തായാലും പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. ഐഫോൺ 12ൽ 2 ക്യാമറാസാണ് ഉള്ളത്, അൾട്രാ വൈഡ് ആൻഡ് വൈഡ്. ഐഫോൺ 12 പ്രോയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ടെലിഫോട്ടോ ക്യാമറ. ഇനി 12 മെഗാ പിക്സൽ HDR ഫോട്ടോസ് ആണ് എല്ലാ ക്യാമറയിൽ നിന്നും നമുക്ക് കിട്ടുക. ഐഫോൺ 12 പ്രോയിലുള്ള അഡീഷണൽ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലൈഡാർ സ്കാനർ ആണ്. ഇത് പോർട്രേറ്റ് ഫോട്ടോസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടാൻ സഹായിക്കും, ഈവൺ അറ്റ് നൈറ്റ് മോഡ്. പിന്നെ ഉള്ളത് പ്രോ റോ എന്നുള്ള ഒരു ന്യൂ ഫീച്ചറാണ്. അത് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഈ അടുത്ത് ഞാനൊരു ഡെസേർട്ട് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ പുതിയ ഫോൺ ഞാൻ മാക്സിമം ആയിട്ട് യൂസ് ചെയ്തത്. ആൻഡ് ഐ ഗോട്ട് സോ മെനി ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അത് എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു പുതിയ ഫോണിലെടുത്ത ഫോട്ടോസ് ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറ പെർഫോമൻസിൽ ഐ എം വെരി ഇംപ്രസ്ഡ്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ HDR വീഡിയോ റെക്കോർഡിംഗ് വിത്ത് ഡോൾബി വിഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ 4K അപ് ടു 60 FPS വരെ കിട്ടും. നമ്മുടെ ഈ ചാനലിൽ തന്നെ തൊട്ട് മുന്നേ ഞാനൊരു പാട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തത് ഈ ഐഫോൺ 12 പ്രോയിലാണ്. ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ടാണ് ചെയ്തത്. അത് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു DSLRൽ എടുത്ത സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ അത് ശരിക്കും ഭയങ്കര കമ്പാരബിൾ ആണ്. ഇതിൽ വരുന്നത് സൂപ്പർ റെക്ടിന XDR OLED ഡിസ്പ്ലേ ആണ്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഐഫോൺ 11നെക്കാട്ടിലും റെസല്യൂഷനും ക്വാളിറ്റിയും നല്ല മെച്ചപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ഫോണിന് പോലെ തന്നെ ഇപ്പോഴും നോച്ച് ഉണ്ട്. ഇപ്പം ഇറങ്ങുന്ന പുതിയ ആൻഡ്രോയിഡ് ഫോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെയാണ്. മറ്റൊരു കാര്യം റിഫ്രഷ് റേറ്റ് ആണ്. റിഫ്രഷ് റേറ്റ് ഇപ്പം ഇറങ്ങുന്ന ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഒരുപാട് കൂടുതലാണ്. പക്ഷേ ഐഫോൺ 12 പ്രോയിൽ ഒരു 60 ഒക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് എല്ലാവരും നോട്ടീസ് ചെയ്യണം എന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ S20 അല്ലെങ്കിൽ OnePlus പോലുള്ള പുതിയ ഫോണുകൾ, പുതിയ ആൻഡ്രോയിഡ് ഫോണുകൾ യൂസ് ചെയ്ത ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐഫോൺ 12 പ്രോയിൽ 60 ഹേർട്സ് അല്ലേ ഉള്ളൂ എന്നുള്ളത് ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം. ആൻഡ്രോയിഡിൽ നിന്ന് ഞാൻ ആപ്പിൾ ഫോണിലേക്ക് മാറിയ സമയത്ത് എനിക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കുറച്ച് മിസ്സാവുന്നുണ്ട്. കാരണം മറ്റേത് നമുക്കറിയാമല്ലോ, ഒരു ഫിംഗർ പ്രിൻറ്റിലെല്ലാം പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫേസ് റെക്കഗ്നിഷനാണ്, ഫേസ് ID ആണ്. കുറേയും കൂടെ നമ്മുടെ ഡേറ്റാസൊക്കെ സെക്യൂർഡ് ആയൊരു ഫീലുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് പോലും നമ്മുടെ ഫോൺ ഈസിലി അൺലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോഴൊക്കെ അതിൻ്റെ ഈ ഫോണൊക്കെ ഇത്ര സേഫ് ആണോ എന്നുള്ളത് ഞാൻ തന്നെ പല സമയത്തും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫേസ് ID എന്ന് പറയുന്നത് നമുക്ക് കുറേയും കൂടെ എന്താ പറയുക, നമ്മൾ തന്നെ വേണം അതിൽ. വേറൊരാൾ നമ്മുടെ ഫോട്ടോ വെച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തൊരു ഇമേജ് കാണിച്ചാലോ ഒന്നും ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇരുട്ടത്ത് മീൻസ് കുറച്ച് വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് ഈസിലി ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഈ പൂളിലൊക്കെ ഇറങ്ങി അണ്ടർ വാട്ടർ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈസിലി ഈ ഫോൺ കൊണ്ട് സാധിക്കും. എനിക്ക് ആക്ച്വലി ട്രൈ ചെയ്യണം അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയൊക്കെ. പക്ഷേ ഇപ്പോൾ കടലിൽ പോയിട്ട് നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഈ ഫോൺ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നടക്കില്ല. ഇപ്പോൾ ആപ്പിൾ തന്നെ അതിൻ്റെ വാറണ്ടി വോയിഡ് ആയി പോവും. അവരുടെ ഫൈൻ പ്രിൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെ സ്പീക്കേഴ്സ് വളരെ ഹൈ ക്വാളിറ്റിയാണ്. എന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾക്കും ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ
അറിയുന്നൊരു കാര്യമാണ് എനിക്ക് മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ്. എന്തൊരു പണി ചെയ്യുന്ന സമയത്തും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിങ്ങനെ ഇട്ടിട്ട് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്ത ഫോണിൽ പാട്ട് കേട്ടപ്പോഴും നേരെ മറിച്ച് ഈ iOSലേക്ക് മാറി പാട്ട് കേൾക്കുമ്പോഴും ഐ ക്യാൻ ലിറ്ററലി ഫീൽ ദ ഡിഫറൻസ്. കാരണം എനിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോഴുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മുന്നേയുള്ള ഐഫോൺസ് പോലെ തന്നെ പുതിയ ഐഫോണിലും ഇവർ ഓഡിയോ ജാക്കിൻ്റെ ഒരു പോർട്ട് ഇല്ല. പക്ഷേ നമ്മൾ ഈ ഓഡിയോ ജാക്കൊക്കെ യൂസ് ചെയ്ത് പാട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ അതിന് നമുക്ക് ഒരു അഡാപ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും. ഷുഡ് യു ബൈ ദിസ് ഫോൺ? ഇതായിരിക്കും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്. ഇതിൽ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ദ ബെസ്റ്റ് ഫോണാണ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന ആഗ്രഹം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ iPhone 12 Pro വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. കാരണം അത്രയും അധികം ഫീച്ചേഴ്സ് ഈ ഫോൺ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസൈനെ പറ്റി ആദ്യം പറഞ്ഞു. ഇതിൻ്റെ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇറ്റ്സ് വെരി ഹാൻഡി. അതായത് ഇപ്പം എൻ്റെ ഒരു ചെറിയ കയ്യിലൊരാളാണ് ഞാൻ, പക്ഷെ എനിക്ക് ഈ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീൽ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഓവർ സൈസ്ഡ്, അല്ലെങ്കിൽ ഇത് തീരെ ചെറുതുമല്ല. നമുക്ക് എന്തൊരു കാര്യത്തിനും പെട്ടെന്നൊന്ന് ഫോൺ എടുത്ത് എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കൃത്യമായി ഒതുങ്ങുന്ന ഭയങ്കര ഒരു സിംപ്ലിസിറ്റി ഒക്കെ ഉള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. ജനറലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴും അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇത് തന്നെയാണ്. അടുത്തത് ക്യാമറ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഫോട്ടോസ് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുത്തു കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ മുന്നേ ഫോൺ വാങ്ങുമ്പോഴും ആകെ നോക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല ക്യാമറയാണോ, നല്ലോണം ബാറ്ററി നിൽക്കുമോ, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ക്യാമറ ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഐ എം വെരി ഇംപ്രസ്ഡ്. ഞാൻ നേരത്തെയും ഇത് പറഞ്ഞു, നമ്മുടെ റിവ്യൂ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എഡിറ്റ് ചെയ്യാനും അതുപോലെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ഫോട്ടോ ഞാൻ എടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് വേറൊരു ആപ്പിൻ്റെ ഒന്നും, അതായത് ഫോട്ടോ എഡിറ്റർ ആപ്പിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ ഇതിൽ തന്നെ സിമ്പിളായിട്ട് ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഫോണിൽ ഞാനൊരു 1200ഓളം ഫോട്ടോസൊക്കെ എടുത്തു. മിക്കതിലും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ തന്നെയാണ്. പക്ഷേ ഞാൻ അത്രയും ഫോട്ടോസ് എടുത്തു ഓൺലി ബിക്കോസ് എനിക്ക് ഈ ക്യാമറ അത്രയ്ക്ക് ഇഷ്ടമായി. ആൻഡ്രോയിഡിൽ നിന്ന് നേരെ ആപ്പിൾ ഫോണിലേക്ക് മാറിയ സമയത്ത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു കാര്യം ഇതിൻ്റെ കീബോർഡായിരുന്നു. അതായത് ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യം, ഇത് എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്താപ്പോൾ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പം ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി. ഇനിയിപ്പം എനിക്ക് തിരിച്ചൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. അത്രയും ഭയങ്കരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വർഷം ആപ്പിൾ പുതിയ ഫോൺസ് ലോഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ് ചെയ്തൊരു കാര്യമാണ് 5G. ഇത് ആക്ച്വലി ഒരു വലിയ റെവല്യൂഷണറി ടെക്നോളജി തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫോണിൽ മാത്രം 5G ഉണ്ടായത് കൊണ്ടൊരു കാര്യമില്ല. അതിൻ്റെ കാരിയേഴ്സ്, അതിൻ്റെ ടവേഴ്സൊക്കെ ഈ 5Gക്ക് വേണ്ടി കേപ്പബിൾ ആയിരിക്കണം. ഇപ്പോഴത്തെ ഒരു കാലത്ത് 5G എല്ലാ സ്ഥലത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എത്തിയിട്ടില്ല. അപ്പോൾ ഈ 5G ഒക്കെ എനിക്ക് തോന്നുന്നു വൈഡ് സ്പ്രെഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, അതായത് ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം, അതൊക്കെ നമ്മുടെ അടുത്തേക്ക് വളരെ കോമൺ ആയിട്ട് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആപ്പിൾ ഐഫോൺ ഒരു 13, 14, 15 ഒക്കെ ഇറക്കിയേക്കാം, നമുക്കറിയില്ല. വേറൊരു കാര്യം, ഇറ്റ്സ് വെരി അണ്ടർസ്റ്റാൻഡബിൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 5G യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ 5G യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റ് കൊണ്ട് ഐ എം ക്വൈറ്റ് ഹാപ്പി. അപ്പോൾ എൻ്റെ ഫോണിൽ 5G ഞാൻ ഡിസേബിൾ ചെയ്തിട്ടാണുള്ളത്. പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ടോ അതൊരു വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഇത്രയും നേരം എടുത്തു പറയാതിരുന്നതും ഇത് എല്ലാ സ്ഥലത്തും വൈഡ് സ്പ്രെഡായിട്ട് നമ്മുടെയൊക്കെ യൂസേജിന് വേണ്ടി എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ വർഷവും പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ദിസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഐഫോൺ എവർ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ്, ഇപ്പോൾ സാംസങ് S20 ആവട്ടെ, OnePlus ആവട്ടെ, ഈ ഫോൺസ് ഒക്കെ നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യവും അതിൻ്റെ പെർഫോമൻസ് ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു പെർഫോമൻസും ഇപ്പോൾ ഐഫോണിലേക്ക് വരുമ്പോൾ ഉള്ള പെർഫോമൻസും അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അത്രയും ഏബിൾ ആവും അതിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എന്നുള്ളത്. ഇപ്പോൾ ഐഫോൺ തന്നെ കുറേ വർഷങ്ങളായിട്ട് എല്ലാ ഫോണും അതായത് iPhone 10, 11, ഇപ്പോൾ 12ലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ
ഫോണിനെക്കാളും ഇത്തവണ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണെന്നൊന്നും എടുത്തു പറയത്തക്ക ഡിഫറൻസ് അവർക്കും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് മാറിയ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഫോണിന് വേണ്ടി ആപ്പിളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത കവറാണിത്. പ്ലം റെഡ് ആണ് ഇതിൻ്റെ കളറ്, മാത്രമല്ല സിലിക്കൺ ആണ് മെറ്റീരിയൽ. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ കാര്യമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, പ്രീമിയം ഫീൽ ആണെന്നൊക്കെ. അതിനൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കവറാണ് ഇത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിന് ഞാൻ പേ ചെയ്തത് എക്സ്പെൻസീവ് ആണെന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു. പേ ചെയ്തത് 219 dirhams ആണ്. പക്ഷേ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പം തേർഡ് പാർട്ടി ത്രൂ ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ മോർ ആക്സസറീസ്. To conclude this, I am very happy with this phone. ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ടീം ഐഫോൺ തന്നെയാണ്. ആൻഡ് എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് ഈ ഫോൺ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഐഫോൺ. ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഐഫോൺ 12 അല്ലെങ്കിൽ 12 Pro എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി എനിക്ക് തോന്നുന്നു 12 ആണെന്ന്. കാരണം 12നും 12 Proനും ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ലൈഡാർ സ്കാനറാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഡിഫറൻസ്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരുപാടൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പോലുള്ളൊരു ഫീച്ചർ ഡിഫറൻസ് അല്ല. അപ്പോൾ 12 ആണെങ്കിലും 12 Pro ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ 12 ആണ് നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.